യൂറോളജി വിഭാഗത്തിൽ ലേസർ ചികിത്സ പോലുള്ള അത്യാധുനിക ചികിത്സാ രീതികൾ ഉപയോഗിച്ച് ചിലവ് കുറവിലും വേഗത്തിലും സുരക്ഷിതമായും സുഖപ്പെടുത്തുന്നു. ഓപ്പറേഷൻ കഴിഞ്ഞാൽ അന്ന് തന്നെ നിങ്ങൾക്ക് വീട്ടിൽ പോകാം. മിംസ് ഹോസ്പിറ്റൽ, വണ്ടൂർ. കാളികാവ് കറുത്തേനി AP പക്കർ സാഹിബ് മെമ്മോറിയൽ 12ാമത് മെറിറ്റ് അവാർഡ് ദാന സംഗമം സംഘടിപ്പിച്ചു. ഡെക്സ്ഫോർഡ് എജ്യു പാർക്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി റവന്യൂ മന്ത്രി AP അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. രംഗങ്ങളൊക്കെ പുറകോട്ട് അതൊരു 10-25 വർഷം മുമ്പ് പറയുന്ന കാര്യമാണ്. ഇന്ന് നമുക്കത് പറയാറില്ല. ഇന്ന് കേരളത്തിലെ തന്നെ ഏറ്റവും മുൻപിൽ നിൽക്കുന്ന ജില്ലയാണ് മലപ്പുറം ജില്ല. വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യ രംഗത്തും ഒക്കെ എത്തുന്നത് അഭിമാനകരമായ കാര്യം. അത്തരം നേട്ടങ്ങളിൽ നമുക്ക് ഗവൺമെന്റുകളുടെ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മാത്രം സംഭാവന, മറിച്ച് വ്യക്തികളുടെ, കൂട്ടായ്മകളുടെ ഒക്കെ വലിയ കാഴ്ചപ്പാടും പുരോഗമനപരമായ ചിന്തയുമാണ് നമ്മുടെയൊക്കെ കുട്ടികളിൽ നിന്ന് വലിയ രീതിയിലുള്ള വളർച്ച ഉണ്ടാക്കാൻ കഴിയും. ഇവിടെ പക്കർ സാഹിബിനെ കുറിച്ച് പറഞ്ഞു. അദ്ദേഹം പൊതുപ്രവർത്തന രംഗത്ത് വലിയ സ്ഥാനങ്ങളൊന്നും വഹിച്ച വ്യക്തിയാണ്. പക്ഷെ ജനങ്ങൾക്കിടയിൽ വലിയ അംഗീകാരം നേടിയ വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടും അദ്ദേഹത്തിന്റെ ചിന്താഗതി മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സുമാണ്. വിദ്യാഭ്യാസ കായിക മേഖലകളിൽ ഉന്നത വിജയം നേടിയവർക്കുള്ള അവാർഡുകളാണ് നൽകിയത്. കറുത്തേനിയിലെ പൗരപ്രമുഖനും സാമൂഹ്യ പ്രവർത്തകരുമായിരുന്ന AP പക്കർ സാഹിബിന്റെ പേരിലാണ് അവാർഡ് ദാന ചടങ്ങ് നടത്തുന്നത്. കഴിഞ്ഞ 12 വർഷമായി പ്രദേശത്തെ പ്രമുഖരായ കാസ്ക് ക്ലബിന്റെ നേതൃത്വത്തിൽ പക്കർ സാഹിബിന്റെ കുടുംബത്തിന്റെ സഹകരണത്തോടെയാണ് പരിപാടി നടത്തി വരുന്നത്. ചടങ്ങിൽ VT ഷബീർ അധ്യക്ഷത വഹിച്ചു. എജ്യു പാർക്ക് ചെയർമാനും പ്രവാസി വ്യവസായിയുമായ VP മുഹമ്മദ് അലി മുഖ്യ അതിഥിയായി. തങ്ങൾ ഷിഹാബ് AP പക്കർ അനുസ്മരണം നടത്തി. പക്കർ സാഹിബ് കുടുംബാംഗങ്ങളായ ഡോക്ടർ ബഷീർ, AP ഷൌക്കത്ത് അലി IPS, അബ്ദുള്ളക്കുട്ടി, അബ്ദുൾ സലാം, ഡോക്ടർ സിദ്ദീഖ്, മുഹമ്മദ് ഷാ എന്നിവരും വാർഡ് മെമ്പർമാരായ CT ചെറി, C നിഷ, പ്രദീപ് തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാളികാവ്.